Hi all, welcome to iPlus Training Solution. നമ്മൾ കേട്ടിട്ട് 3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ക്യാരക്ടറൈസ് ദ സ്ട്രക്ചർ ഓഫ് അയോണിക് കോമ്പൗണ്ട്, ഷെയർഡ് ഇലക്ട്രോൺ, കെർണൽ ഇലക്ട്രോൺ ഇന്ററാക്ഷൻ, മോളിക്കുലാർ ലാറ്റീസ്, അയോണിക് ലാറ്റീസ്. ഈ തന്നിരിക്കുന്നവയിൽ അയോണിക് കോമ്പൗണ്ടിന്റെ സ്വഭാവം ഏത് അല്ലെങ്കിൽ ക്യാരക്ടറൈസ് ചെയ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഏതാണ് ആൻസർ വരുന്നത്? അയോണിക് ലാറ്റീസ് ആണ് അല്ലെ. അയോണിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് അയോണിക് ലാറ്റീസ് ആണ്. ഇനി ഈ ഷെയർഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഷെയർഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കോവാലന്റ് അല്ലെ, കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നതിനെയാണ് എന്ത് അല്ലെ, ഇലക്ട്രോൺ ഷെയറിങ് വഴിയായിട്ടാണ് കോവാലന്റ് ബോണ്ടിങ് ഫോം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഇലക്ട്രോൺ ഷെയറിങ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കോവാലന്റ് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് കെർണൽ ഇലക്ട്രോൺ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കെർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കെർണൽ ഓഫ് ആൻ ആറ്റം റിഫേഴ്സ് ടു ദ ന്യൂക്ലിയസ് ആൻഡ് ഇന്നർ ഷെൽ ഇലക്ട്രോൺസ്. അതായത് നമ്മൾ കോസൽ ലൂയിസ് അപ്രോച്ചിൽ പറഞ്ഞു വെക്കുന്നതാണ് കെർണൽ എന്ന് പറയുന്ന ടേം. കെർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഉൾപ്പെടാത്ത ബാക്കി ന്യൂക്ലിയസും അതിന്റെ ഇന്നർ ഷെൽ ഇലക്ട്രോണും കൂടെ ചേർന്നതിനെയാണ് കെർണൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ മോളിക്കുലാർ ലാറ്റീസ് ആയിരുന്നു. എന്താണ് മോളിക്കുലാർ ലാറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this term describes the structure of molecular solids where discrete molecules are held together in a crystal lattice by intermolecular forces. അതായത് മോളിക്കുലാർ സോളിഡ്സിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയുന്നതാണ് അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? മോളിക്കുലാർ ലാറ്റീസ് എന്ന് പറയുന്നത്. അയോണിക് കോമ്പൗണ്ട് ഡു നോട്ട് ഫോം മോളിക്കുലാർ ലാറ്റീസ് ബിക്കോസ് they consist iron not molecules. അപ്പൊ ഇവിടെ നോക്കുക, അയോണിക് കോമ്പൗണ്ട്സ് ഒരിക്കലും എന്ത് ഫോം ചെയ്യുന്നില്ല? മോളിക്കുലാർ ലാറ്റീസ് ഫോം ചെയ്യുന്നില്ല. കാരണം എന്താ? അവിടെ മോളിക്യൂൾ ഫോം ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? മോളിക്യൂൾ ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മോളിക്കുലാർ ലാറ്റീസ് എന്ന് പറയുന്നത് അയോണിക് കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഓക്കെ, ഇനി അയോണിക് ലാറ്റീസ് നമുക്കറിയാം, ഇറ്റ് ഈസ് എ റിപ്പീറ്റിംഗ് 3-dimensional arrangement of positive and negative ions held together by strong electrostatic force of attraction. അല്ലെ, പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും കൂടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ അട്രാക്ഷൻ വഴിയായിട്ട് കൂടി ചേർന്ന് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അയോണിക് കോമ്പൗണ്ട്സിന് ആ ഒരു ഷേപ്പും അറേഞ്ച്മെന്റ് ഒക്കെ കിട്ടുന്നത്. സോ അയോണിക് ലാറ്റീസ് ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഹാസ് പാർട്ടിക്കിൾ ഫ്രം 1 to 1000 നാനോമീറ്റർ ഇൻ എ ഡയാമീറ്റർ. അതായത് 1നും 1000 നാനോമീറ്ററിനും ഇടയിൽ പാർട്ടിക്കിൾസിന്റെ സൈസ് വരുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ട്രൂ സൊല്യൂഷൻ, എമൽഷൻ, സസ്പെൻഷൻ, കൊളോയിഡൽ. ഏതിനായിരിക്കും? 1 to 1000 ആണെങ്കിൽ അതേതായിരിക്കും? കൊളോയിഡൽ ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, നമ്മൾ സൊല്യൂഷനിൽ മെയിൻ ആയിട്ട് 3 ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ട്രൂ സൊല്യൂഷൻ, സോൾ അല്ലെങ്കിൽ കൊളോയിഡ്, സസ്പെൻഷൻ. ട്രൂ സൊല്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സാമ്പിൾ പറയാറുള്ളത് സുഗർ സൊല്യൂഷൻ അല്ലെ. അവിടെ എന്താ പ്രത്യേകത? അവിടെ ഈ ഒരു പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ ഹോമോജീനിയസ് ആയിട്ട് എവിടെ എടുത്ത് നോക്കിയാലും അതിന് ഒരേ നേച്ചർ ആയിരിക്കും. അതാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. അതിന്റെ സൈസ്, സൊല്യൂട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തായാലും എന്തായിരിക്കും? നമ്മൾ പറഞ്ഞ കൊളോയിഡിന്റെ സൈസിനേക്കാളും ചെറുതായിരിക്കും. 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ ഏതിൽ വരുന്നതാണ്? കൊളോയിഡ് പാർട്ടിക്കിളിന്റെ സൈസിൽ വരുന്നതാണ്. അതിലും താഴെ 10⁻⁹ മീറ്റർ അതിലും താഴെയാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ സൈസിനേക്കാളും ചെറിയ സൈസാണ് ഏതില്? ട്രൂ സൊല്യൂഷന് വരിക. അതിന്റെ ഇനി ട്രൂ സൊല്യൂഷന്റെ പ്രത്യേകതകളും കൂടെ നോക്കുക. പാർട്ടിക്കിൾസ് കനോട്ട് പാസ് ത്രൂ ഫിൽറ്റർ പേപ്പർ അല്ലെ. പാർട്ടിക്കിൾസ് ഫിൽറ്റർ പേപ്പറിൽ കൂടെ ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. സ്റ്റേബിൾ ആണ്. സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ, ഷുഗർ ആൻഡ് വാട്ടർ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് കൊളോയിഡ്, ഹെട്രോജീനിയസ് ആണ്.
ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നേച്ചർ വ്യത്യസ്തമായിരിക്കും. നമ്മൾ സൈസ് കണ്ടു, 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ ആയിരിക്കും. പാർട്ടിക്കിൾസ് ക്യാൻ പാസ് ത്രൂ ദി ഫിൽറ്റർ പേപ്പർ, സ്റ്റേബിൾ ആൻഡ് സെറ്റിൽ ഓൺലി ഓൺ സെൻട്രിഫ്യൂഗേഷൻ, മിൽക്ക്, ഫോഗ് ഒക്കെ എക്സാമ്പിൾ ആണ്. ഈ പാർട്ടിക്കിൾസ് ഫിൽറ്റർ പേപ്പറിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുമെങ്കിലും എന്താണ്, ഫിൽറ്റർ പേപ്പറിൽ കൂടെ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എപ്പം മാത്രമാണ് അതിന്റെ പാർട്ടിക്കിൾസ് സെറ്റിൽ ആവുള്ളൂ, സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, പാർട്ടിക്കിൾസ് സെറ്റിൽ ആവുന്നുള്ളൂ. അപ്പൊ ഈ കൊളോയിഡ് എന്ന് പറയുന്ന ടേം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൊളോയിഡിന്റെ ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി അടുത്തത് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഹെട്രോജീനിയസ് ആണ്. സൈസ് 1000 നാനോമീറ്ററിനേക്കാളും മുകളിലുള്ളവയായിരിക്കും. പിന്നെ എന്താണ്, പാർട്ടിക്കിൾസ് കനോട്ട് പാസ് ത്രൂ ഫിൽറ്റർ പേപ്പർ. എന്താണ്, അവിടെ പാർട്ടിക്കിൾ ഫിൽറ്റർ പേപ്പറിൽ കൂടെ പാസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്തെടുക്കാൻ പറ്റും, സൊല്യൂട്ട് പാർട്ടിക്കിളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അൺസ്റ്റേബിൾ ആൻഡ് സെറ്റിൽ ഡൗൺ ഓൺ ഇറ്റ്സ് ഓൺ. അത് കുറച്ചു നേരം, ഇപ്പൊ ആ ഒരു സസ്പെൻഷൻ ആണെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് കുറച്ചു നേരം അവിടെ അനങ്ങാതെ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിന്റെ പാർട്ടിക്കിൾസ് അടിയിൽ അടിയുന്നതായിട്ട് കാണാം. മഡി വാട്ടർ, ചോക്ക് ആൻഡ് വാട്ടർ, സ്മോക്ക് ഇൻ ദ എയർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സസ്പെൻഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും കൊളോയിഡ് ശ്രദ്ധിച്ച് തന്നെ പഠിച്ചു വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ബോണ്ട് പ്രോപ്പർട്ടി അഫക്ട് പൊളാരിറ്റി? ഏത് ബോണ്ട് പ്രോപ്പർട്ടി ആണ് പൊളാരിറ്റിനെ അഫക്ട് ചെയ്യുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി, ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് ഓർഡർ. ഏതാണ് ആൻസർ വരുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് അല്ലെ. എന്തുകൊണ്ടാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണെന്ന് പറയുന്നത്? നമുക്കറിയാം, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റിയില് വ്യത്യാസമുള്ള രണ്ട് ആറ്റങ്ങൾ കൂടി ചേരുമ്പോഴാണ് അവയ്ക്കിടയിൽ എന്ത് ഫോം ചെയ്യുന്നത്, ഈ പൊളാർ നേച്ചർ കാണിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ക്ലോറിന് എന്താണ്, കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ്, ഹൈഡ്രജനെ അപേക്ഷിച്ചിട്ട് ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പൊ ഈ ബോണ്ടഡ് ആയിട്ടുള്ള ഈ ഒരു ഇലക്ട്രോണെ എന്ത് ചെയ്യും, ഈ ഒരു ക്ലോറിന് ഇങ്ങോട്ട് കുറച്ചുകൂടെ അതിന്റെ അടുത്തേക്ക് അടുപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ഫോം ചെയ്യും, ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഈ ഹൈഡ്രജന്റെ അടുത്തുനിന്ന് ഈ ബോണ്ടഡ് ഇലക്ട്രോൺ കുറച്ച് അകലുന്നത് കൊണ്ട് എന്താണ്, പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഫോം ചെയ്താണ് പോളറൈസേഷൻ അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു മാറ്റം സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പോളാരിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ആറ്റോമിക് മോഡൽ ഡിസ്ക്രൈബ് ഇലക്ട്രോൺ ഇൻ എനർജി ലെവൽസ്? റുദർഫോർഡ്, ബോർ, ഡാൾട്ടൺ, തോംസൺ. അതായത് എന്താണ്, ഏത് ഇലക്ട്രോൺ മോഡലിലാണ് ഇലക്ട്രോണിന്റെ എനർജി ലെവലിനെ പറ്റി പറയുന്നത്? റുദർഫോർഡ്, ബോർ, ഡാൾട്ടൺ, തോംസൺ. നമ്മൾ വേഗം അല്ലെ, നമ്മൾ ഈ ഒരു റുദർഫോർഡ് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റിൽ കൂടി ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് റുദർഫോർഡ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഇലക്ട്രോണിന്റെ എനർജി ലെവൽസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഏത് മോഡലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് മോഡലാണ്? ബോർ ആറ്റം മോഡൽ ആണ്. നോക്കുക, ദ ബോർ മോഡൽ ഓഫ് ആറ്റം proposed by Niels Bohr in 1913 describes the electron orbiting the nucleus in fixed circular path called energy levels or shells. അല്ലെ, അതായത് ആ ഒരു ഓർബിറ്റ് റിവോൾവ് ചെയ്യുന്നതും ആ ഒരു പാത്ത് എന്ന് പറയുന്നത് അവിടെ എന്താണ്, അവിടെ ഒരു ഫിക്സ്ഡ് എനർജി ലെവൽ ആണ് എന്നതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? ബോർ ആണ് അല്ലെ. റുദർഫോർഡിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് റുദർഫോർഡിന്റെ മോഡലിന്റെ ഡ്രോബാക്ക് ആയിട്ട് മെയിൻ ആയിട്ട് പറയുന്നത്. നോക്കുക, റുദർഫോർഡ് മോഡൽ പ്രപ്പോസ്ഡ് ദാറ്റ് ഇലക്ട്രോൺ orbit a central positively charged nucleus but did not specify that they are fixed energy levels. അവിടെ എന്ത് പറഞ്ഞില്ല റുദർഫോർഡ്? ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ആ ഒരു ഓർബിറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എനർജി ലെവൽ ആണെന്ന് ആര് പറഞ്ഞില്ല? റുദർഫോർഡ് പറയുന്നു.
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ എ പോസിറ്റീവ്ലി ചാർജ്ഡ് ക്ലൗഡ് കംസ് എബവ് എ ബിൽഡിംഗ് വിത്ത് എ ലൈറ്റനിങ് കണ്ടക്ടർ ദെൻ, അതായത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ക്ലൗഡ് ഒരു രക്ഷാകവചമുള്ള ഒരു ബിൽഡിങ്ങിനടുത്തേക്ക് വരുമ്പം എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ വിൽ ഫ്ലോ ഫ്രം ദ സ്പൈക്സ് ടു ദി എർത്ത്. എന്താണ് സ്പൈക്സിൽ കൂടി എർത്തിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും. ഇനി അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇലക്ട്രോൺ വിൽ ഫ്ലോ ഫ്രം ദി എർത്ത് ടു ദി സ്പൈക്സ്, then positive ion will flow from the spikes to the cloud, negative ions will flow from the cloud to the spikes. ഏതാണ് ആൻസർ വരുന്നത്? പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ക്ലൗഡ് ആണ് അടുത്ത് വരുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ഫ്രം ദി എർത്ത് ടു ദി സ്പൈക്സ്. എന്ത് ചെയ്യും? എർത്തിൽ നിന്ന് സ്പൈക്സിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും. എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്? When a positively charged cloud is above a building with a lightning conductor, the cloud attracts negative charges from the earth. The electrons from the earth flow up to the spikes of the lightning conductor. അല്ലെ, മുകളിൽ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് എർത്തിൽ നിന്ന് സ്പൈക്കിലേക്ക് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇവിടുത്തെ ആൻസർ ബി ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ദ ഡിവൈസസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോളിസിസ്. ശ്രദ്ധിക്കണേ, ഇലക്ട്രോളിസിന് യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോൾട്ട്മീറ്റർ, വോൾട്ടാമീറ്റർ, പൈറോമീറ്റർ, അമ്മീറ്റർ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഇലക്ട്രോളിസിന് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്, വോൾട്ടാമീറ്റർ ആണ്. വോൾട്ട്മീറ്റർ എന്ന് ആരും എഴുതരുത്. വോൾട്ടാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൻ ഇലക്ട്രോലിറ്റിക് സെൽ യൂസ്ഡ് ടു ക്യാരി ഔട്ട് ദി പ്രോസസ് ഓഫ് ഇലക്ട്രോളിസിസ്. അതായത് ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോളിസിന് വിധേയമാകുമ്പോൾ ആ ഒരു ഇലക്ട്രോളിസിസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോലിറ്റിക് സെല്ലിനെയാണ് വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇലക്ട്രോലിറ്റിക് ആക്ഷൻ. ഇലക്ട്രോലിറ്റിക് ആക്ഷനിലെ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? വോൾട്ടാമീറ്റർ എന്ന് പറയുന്നത്. ഇനി വോൾട്ട്മീറ്റർ ആണെങ്കിൽ നമുക്കറിയാം യൂസ്ഡ് ടു മെഷർ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനായിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? വോൾട്ട്മീറ്റർ യൂസ് ചെയ്യുന്നത്. അമ്മീറ്റർ ആണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാനാണ്. പൈറോമീറ്റർ ആണെങ്കിൽ ടെമ്പറേച്ചർ, അതായത് നോൺ കോണ്ടാക്ട് തെർമോമീറ്റർ യൂസ് ടു മെഷർ ദ ഹൈലി ടെമ്പറേച്ചർ അളക്കാനായിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? പൈറോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഡ്യൂറിംഗ് ദ ഡേ ടൈം ദ ലാൻഡ് ഗെറ്റ് ഹീറ്റഡ് faster than the sea. This is because the specific heat capacity of land is greater than that of the sea. The specific heat capacity of land is less than that of the sea. The specific heat capacity of sea is less than that of the land. Major part of the earth is sea. എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ് ഡേ ടൈമില് ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റർ ദെൻ ദ സീ. അല്ലെ, സീനേക്കാളും ഫാസ്റ്റർ ആയിട്ട് ലാൻഡ് എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും അല്ലെങ്കിൽ ചൂടാകും. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ലാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി സീ. ദെൻ ഇത് നോക്കുക. ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സീ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ലാൻഡ്. ഇത് രണ്ടും എന്താണ്? ഒരേ അർത്ഥം തന്നെയാണ് അല്ലെ വരുന്നത്. അപ്പൊ അത് രണ്ടും നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. പിന്നെയുള്ള ആൻസർ ഏതായിരിക്കും? ബി. ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ലാൻഡ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി സീ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നോക്കുക, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് energy required to raise the temperature of a substances by certain amount. ഒരു നിശ്ചിത എമൗണ്ടിലേക്ക് ആ ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡേ ടൈമിൽ എന്ത് സംഭവിക്കും? രണ്ടു പേർക്കും, ലാൻഡിനും സീക്കും എന്ത് കിട്ടും? സൂര്യനിൽ നിന്നുള്ള ചൂട് കിട്ടും. However, because the land has lower specific heat capacity, അപ്പൊ ലാൻഡിനെ സംബന്ധിച്ച് അതിന്റെ ഒരു ടെമ്പറേച്ചർ ഒരു സർട്ടൻ ലെവലിലേക്ക്
ഉയർത്താനായിട്ട് കുറഞ്ഞ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മതി. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ലാൻഡ് വേഗത്തിൽ ചൂടാവുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ അല്ലെ? ആ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവ് കിട്ടുമ്പോൾ തന്നെ, കുറഞ്ഞ അളവിൽ കിട്ടുമ്പോൾ തന്നെ ലാൻഡ് വേഗത്തിൽ ചൂടാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ ലാൻഡിന് ലോവർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, സീനേക്കാളും വേഗത്തിൽ ഹീറ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. These differences in heating rates is what causes phenomena like sea breezes. നമ്മൾ പഠിക്കുന്നതാണ്, കരക്കാറ്റും കടൽക്കാറ്റിനും ഒക്കെ കാരണം എന്താണ്, ഈ ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ എന്താണ്, ഈ ഹീറ്റിംഗ് റേറ്റിന്റെ ഡിഫറൻസ് ആണ് ഇതിനൊക്കെയുള്ള കാരണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോ ആൻസർ ഏതാ വരുന്നത്, ദ ലോവർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദി ലാൻഡ്. അതാണ് എന്തിന്റെ കാരണം എന്ന് പറയുന്നത്, പകൽ സമയത്ത് ഈ ലാൻഡ് വേഗം ചൂടാവുന്നതിനുള്ള കാരണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ മിനിമം എനർജി ഫോർ ഇലക്ട്രോൺ റിമൂവൽ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആറ്റോമിക് റേഡിയസ്, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അയണൈസേഷൻ എനർജി. ഏതാണ് ആൻസർ? അതായത് ഒരു ഇലക്ട്രോൺ റിമൂവലിന് വേണ്ട മിനിമം എനർജി എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലെ, അയണൈസേഷൻ എനർജി ആയിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഡ്യൂ ടു ദ എമർജൻസി സിറ്റുവേഷൻ എ പേഴ്സൺ യൂസ്ഡ് ടു മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആസ് എ മൈക്രോഫോൺ. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ്സ് പ്രിൻസിപ്പൽ ഓഫ് വർക്കിംഗ് ഈസ്. എമർജൻസി സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ എന്ത് ചെയ്തു, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ മൈക്രോഫോൺ ആയിട്ട് യൂസ് ചെയ്തു. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, motor principle, current carrying conductor placed in a magnetic field deflects, then all of these. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്ന് പറയാനുള്ള കാരണം? അതായത് നമുക്കറിയാം, നോർമലി മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ ഏതാണ്? മോട്ടോർ പ്രിൻസിപ്പൽ ആണ് അല്ലെ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത് മോട്ടോർ പ്രിൻസിപ്പൽ ആണ്. നോക്കുക, എ ലൗഡ് സ്പീക്കർ വർക്ക്സ് ഓൺ ദി മോട്ടോർ പ്രിൻസിപ്പൽ വെൻ ആൻ ഇലക്ട്രിക് കറന്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് എ ഫോഴ്സ് ദാറ്റ് മൂവ്സ് ടു കോൺക്രീറ്റ് സൗണ്ട് അല്ലെ. അതായത് ഒരു കോൺക്രീറ്റ് സൗണ്ട് അതിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതാണ് പറഞ്ഞത്, അവിടെ മോട്ടോർ പ്രിൻസിപ്പൽ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നേരെ തിരിഞ്ഞ് നോക്കുക. വെൻ ലൗഡ് സ്പീക്കർ ഈസ് യൂസ്ഡ് ആസ് എ മൈക്രോഫോൺ ദ പ്രോസസ് ഈസ് റിവേഴ്സ്ഡ് അല്ലെ. അതായത് ഈ ഒരു ലൗഡ് സ്പീക്കർ മൈക്രോഫോൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ആ ഒരു പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാണ്. നമ്മൾ അല്ലെങ്കിൽ എന്താണ്, നോർമലി സ്പീക്കർ എന്തിനാണ് ഉപയോഗിക്കുന്നത് അവിടെ അല്ലെ, അതായത് മൈക്രോഫോണിൽ കൂടി വരുന്ന സൗണ്ട് വേവ്സിനെ പിടിച്ച് അതിനെ സ്ട്രെങ്തൻ ചെയ്തിട്ട് ഇലക്ട്രിക് സിഗ്നൽ ആക്കി എത്തുമ്പോൾ അത് വീണ്ടും ഉച്ചത്തിൽ കേൾക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് അത് മൈക്രോഫോൺ ആയിട്ട് ഒരു ലൗഡ് സ്പീക്കർ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് റിവേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. നോക്കുക, ദ സൗണ്ട് വേവ്സ് കോസസ് ടു കോൺ ടു വൈബ്രേറ്റ് വിച്ച് മൂവ്സ് ദ കോയിൽ വിത്തിൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഈ സൗണ്ട് വേവ്സ് മൂലം എന്ത് സംഭവിക്കും, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ കോയിൽ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ദിസ് മൂവ്മെന്റ് ഇൻഡ്യൂസസ് ആൻ ഇലക്ട്രിക് കറന്റ് ഇൻ ദ കോയിൽ. ആ വൈബ്രേഷൻ അവിടെ എന്ത് സംഭവിപ്പിക്കും, അവിടെ ഒരു ഇലക്ട്രിക് കറന്റ് ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് കറന്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. This induced current is an electrical signal that corresponded to the sound waves, which is the basic principle of microphone. അപ്പൊ ഈ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ് ആ ഒരു സൗണ്ട് വേവ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു നോർമൽ ലൗഡ് സ്പീക്കറിന്റെ പ്രിൻസിപ്പൽ, വർക്കിംഗ് പ്രിൻസിപ്പൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പൽ ആണ്. അതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് ഈ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. മൈക്രോഫോൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് അതേതാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. സോ ആൻസർ ഓപ്ഷൻ എ.
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. ഇൻ എ ട്രാൻസ്ഫോമർ NS/NP equal to 3:4, അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കോയിലിന്റെയും അതുപോലെ എന്താണ് നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി കോയിലിന്റെയും റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. 3:4 ആണ്. And its power in the primary coil is 120 watt. If so, the power in the secondary ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? പ്രൈമറി കോയിലിന്റെ പവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയുടെ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും സെക്കൻഡറിയുടെ പവർ എന്ന് പറയുന്നത്? ഓപ്ഷൻ തന്നിരിക്കുന്ന 120 വാട്ട്, 30 വാട്ട്, 40 വാട്ട്, 480 വാട്ട്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരുന്നത് 120 വാട്ട് ആണ്. എങ്ങനെയാണ് നമുക്ക് ഇതൊരു ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ഒന്നും ഇല്ലാണ്ട് പറയാനായിട്ട് സാധിക്കും. എന്താണ്? അതായത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിനെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ്? പവർ ഓഫ് പ്രൈമറി കോയിൽ ഈക്വൽ ടു പവർ ഓഫ് സെക്കൻഡറി കോയിലാണ്. അതായത് അവിടെ ഒരു പവർ ലോസ് സംഭവിക്കുന്നില്ല. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആവുമ്പോൾ പ്രൈമറി കോയിലിന്റെയും സെക്കൻഡറി കോയിലിന്റെയും പവർ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രൈമറി കോയിലിന്റെ പവർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 120 വാട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡറി കോയിലിന്റെ പവർ എത്രയായിരിക്കും? 120 വാട്ട് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ നമുക്കിത് വളരെ എളുപ്പം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ സർക്യൂട്ട് ഇഫ് ദി സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ ദി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു സർക്യൂട്ട് ശ്രദ്ധിക്കുക. ഇവിടെ 10 ഓം റെസിസ്റ്റൻസും 20 ഓം റെസിസ്റ്റൻസ്, 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? സ്വിച്ച് ഉണ്ട്, ബൾബ് ഉണ്ട്, ബാറ്ററി ഉണ്ട്. ഈ ഒരു സർക്യൂട്ട് ഒബ്സർവ് ചെയ്തിട്ട് എന്താണ് സംഭവിക്കുന്നത്? സ്വിച്ച് ടേൺഡ് ഓൺ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The brightness of the bulb will decrease. The brightness of the bulb will increase. The brightness of the bulb does not change. The heat developed in the circuit will decrease. ഏതാണ് ആൻസർ വരുന്നത്? അതായത് ഇവിടെ സ്വിച്ച് ഓഫ് ആണെങ്കിൽ, ഈ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ 10 ഓമും 20 ഓമും ഇവിടെ എന്താണ്? ശ്രേണി ആയിട്ടാണ് അല്ലെ? അതായത് എന്താണ്? സീരീസ് ആയിട്ടാണ് ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 + 20 എന്താവും? കൂടുതലായിരിക്കും, 30 ആയിരിക്കും അല്ലെ? 30 ഓം വരും ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്. അതേ സമയത്ത് ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോഴോ, ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ 20 ഓം എന്ന് പറയുന്നത് ബൾബിന് പാരലൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 20 ഓമും എന്താണ്? ബൾബിന് പാരലൽ ആയിട്ട് വരുന്നു. അപ്പൊ എന്താണ്? ഇവിടെ ബൾബും 20 ഓം റെസിസ്റ്ററും ചേർന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അതെന്താണ്? ഈ മൊത്തത്തിലുള്ള, നമ്മൾ പറഞ്ഞ മൊത്തത്തിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് അവിടെ എന്താ ചെയ്യുക? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നോർമലി അവിടെ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഓം ലോ അനുസരിച്ച് V = IR ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇവിടുത്തെ ഈ ഒരു സർക്യൂട്ടിലെ പ്രധാന കറണ്ട് I എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും? അവിടുത്തെ വോൾട്ടേജും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് എന്താണ്? the brightness of the bulb will increase. Okay, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്ത് അവിടെ എന്താണ്? അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ അളവ് ഇൻക്രീസ് ചെയ്തിട്ട് അവിടുത്തെ ബൾബ് കൂടുതലായിട്ട് ബ്രൈറ്റ്നസ്സിൽ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ ലീസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? കെറോസിൻ, ഗ്ലിസറിൻ, വാട്ടർ, ഗ്ലാസ്. ഇതിന് ഏതിലായിരിക്കും ലീസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളത്? ഏതിനായിരിക്കും? നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും ഡെൻസിറ്റി കുറവുള്ളത് ഏതിനാണ്? കെറോസിൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ഏതിനായിരിക്കും? കെറോസിൻ ആയിരിക്കും കുറവ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നോക്കുക, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് എ മെറ്റീരിയൽ സ്ലോ ഡൗൺ ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ആസ് ഇറ്റ്
passes through. A substances with a lower optical density allows light to travel through it faster. Among them given option, kerosene has the lowest refractive index. എന്താണ് optical density എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എത്രത്തോളം സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു സ്പീഡ് ലൈറ്റിന്റെ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കുന്ന ആ ഒരു കഴിവിനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ലൈറ്റില് അതിൽ കൂടെ പാസ് ചെയ്യാൻ മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യാനുള്ള ലൈറ്റിന്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് കെറോസിൻ ആയതുകൊണ്ട് തന്നെ കെറോസിനിൽ എന്ത് സംഭവിക്കും? ലൈറ്റ് വേഗത്തിൽ പാസ് ചെയ്യും. വേഗത്തിൽ പാസ് ചെയ്യും. അപ്പൊ നമ്മള് ഈ ഒരു എക്സാമിലെ നമ്മുടെ സബ്ജക്റ്റ് പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് പെഡഗോജി പോർഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ടോപ്പിക്സ് ഉണ്ട്. ഒരേ ടോപ്പിക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ വേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. സോ നല്ല രീതിയിൽ പഠിക്കുക. ബാക്കി നമുക്ക് പെഡഗോജി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.